നമസ്കാരം. ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 24-ാം തീയതി DNA ന്യൂസിൻ്റെ ഓഫീസിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് ഒരു റെയ്ഡ് നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ACJM കോടതിയുടെ ഉത്തരവുമായി വന്നിട്ടാണ് ഈ റെയ്ഡ് നടത്തിയത്. രാവിലെ 10:45 മണിക്ക് തുടങ്ങിയ റെയ്ഡ് 3:30 മണി വരെ നീണ്ടു. വൈകുന്നേരം 4:45 മണിക്കൂർ നീണ്ട ഈ റെയ്ഡിൽ ഞങ്ങളുടെ എഡിറ്റിംഗ് സിസ്റ്റങ്ങളും മെമ്മറി കാർഡുകളും ലാപ്ടോപ്പും എന്തിന് മോഡം വരെ പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. അതവർ കോടതിയിൽ ഹാജരാക്കി. അതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇനി ആ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തി. സംസ്ഥാനത്തെ DGPയും ചീഫ് സെക്രട്ടറിയും കഴിവുകെട്ട ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു. ലോകായുക്തയിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. ലോകായുക്ത പിണറായി വിജയൻ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഞങ്ങൾക്കെതിരെയുള്ള കുറ്റാരോപണം. സെപ്റ്റംബർ 17-ാം തീയതി ഞങ്ങൾ നടത്തിയ ഈ ചർച്ച തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിലെ CI സുധീറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഒക്ടോബർ 10-ാം തീയതി ഞങ്ങൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഈ റെയ്ഡിൽ SP ഷിബു എന്ന് പറയുന്ന ഒരു ഗ്രേഡ് SI ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ റെയ്ഡ് മുഴുവൻ നടന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ സുധീർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നിട്ടും ഇദ്ദേഹം ഈ ഷിബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വളരെയധികം മാനസികമായി തകർക്കുന്നത്, അതായത് നമ്മളെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളും പരാമർശങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതുമാത്രമല്ല, ഓഫീസിലെ ബാത്റൂമും കിച്ചണും എന്തിന് കാർപ്പറ്റ് വരെ പൊക്കി നോക്കി പരിശോധന നടത്തിയ ആളാണ് ഈ ഷിബു. അതോടൊപ്പം തന്നെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം ആർക്കൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ആരുടെയൊക്കെയോ ഫോൺ കോളുകൾ അദ്ദേഹത്തിന് വരുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധി എന്നുള്ള നിലയിൽ നമുക്ക് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു റെയ്ഡ് നടന്നത് എന്നുള്ളതാണ്. ഇനി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം, ഞങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ CPMൻ്റെ പ്രാദേശിക നേതാക്കളുടെ ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് നടന്നത് എന്നുള്ളതാണ്. കാരണം DNA ന്യൂസ് എപ്പോഴും മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും CPMനെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷ് അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ കണ്ണിലെ കരടായവരെക്കുറിച്ച് അവരുടെ ഇൻ്റർവ്യൂകൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് HRDS ഇന്ത്യ വാഗ്ദാനം ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ DNA ന്യൂസ് ജനങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചിരുന്നു. ഇതൊക്കെ ആയിരിക്കാം സർക്കാരിനെ അല്ലെങ്കിൽ CPMനെയൊക്കെ അസഹിഷ്ണുതപ്പെടുത്തിയത്. എന്തായാലും ഈ റെയ്ഡ് നടന്നതിന് ശേഷമുള്ള ചില സംഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം SP ഷിബു എന്ന് പറയുന്ന ആ ഗ്രേഡ് SIയെ കുറിച്ച് തന്നെയാണ്. റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം തൊട്ടടുത്ത വീടുകളിലേക്ക് പോയി ആരോടൊക്കെയോ അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നത് കണ്ടു. പിന്നീട് അതേക്കുറിച്ച് ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു. എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എനിക്കതറിയേണ്ട കാര്യവുമില്ല. ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങളുടെ ഓഫീസിൻ്റെ ഓണർ, അതിൻ്റെ ഉടമസ്ഥ വിദേശത്താണ്. അവരുടെ മാതാപിതാക്കൾ മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്. ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ അവരുമായി ബന്ധപ്പെടുകയും പോലീസ് റെയ്ഡിനെത്തിയ സമയത്ത് തന്നെ ഈ കെട്ടിടത്തിൻ്റെ കെയർ ടേക്കർ അവിടെ വരികയും ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ ഈ ഓഫീസ് മാറണം എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. ഈ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. മുന്നിൽ ആകെ ഇരുട്ടാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. ഓരോ മാസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പലരിൽ നിന്നും കടം വാങ്ങിയിട്ടാണ്. ഈ സ്ഥാപനം എങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത് എന്ന് വളരെ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എല്ലാവർക്കും പൂർണ്ണമായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു, ആരാണ് ഇതിൽ സഹായിച്ചത് എന്നുള്ള കാര്യമൊക്കെ, സാമ്പത്തികമായി സഹായിച്ചാലല്ലേ നമുക്കൊന്നും തുടങ്ങാൻ കഴിയില്ലല്ലോ. അത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും ആർക്കും അറിയില്ല. അത് എനിക്ക് മാത്രമേ എനിക്കും ദൈവത്തിനും മറ്റു ചിലർക്ക് മാത്രമേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ. അത്തരം ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വളരെയധികം പ്രയത്നിച്ച് ഈ ഒരു സ്ഥാപനം തുടങ്ങിയത്. അതിനുശേഷം ഓരോ മാസവും കിട്ടുന്ന തുക ഇതിൻ്റെ ചെലവിന് തികയില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ പലരിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആ കടം വാങ്ങി അത് ചിലർക്ക് മടക്കി കൊടുത്തു, ചിലർക്ക് ഇനി മടക്കി കൊടുക്കാനുണ്ട്. ആ ഒരു അവസരത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുപോകുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഒരുവിധം ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും ചെറിയൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന് തോന്നിപ്പോകും. അങ്ങനെ ചില പരാമർശങ്ങൾ SP ഷിബു ഈ പറയുന്ന ഗ്രേഡ് ഉദ്യോഗസ്ഥൻ നടത്തി. അത് വളരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. നമ്മളെ
ആത്മാഭിമാനമുള്ള ഒരു ആൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കത് കേൾക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇനിയാണ് എനിക്ക് പ്രധാന കാര്യത്തിലേക്ക് വരാനുള്ളത്. ഈ എൻ്റെ എല്ലാ വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് വന്ന പിന്തുണ, ഏതെല്ലാം മേഖലകളിൽ നിന്ന് എത്രയധികം പേർ വിളിച്ചിട്ട് പിന്തുണ അറിയിച്ചു. എന്താണ് ഞാൻ ചെയ്തത്? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൈവമേ, ഞാൻ എന്താണ് ചെയ്തത്? ഞാൻ ചെയ്തത് ഇവിടുത്തെ ഭരണകൂടത്തെ വിമർശിച്ചു. ഭരണകൂടം ചെയ്യുന്ന, ഇവിടുത്തെ ഭരണാധികാരിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്ന ചില തെറ്റുകളെ, അഴിമതികളെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ മാത്രമല്ല, ഇവിടെ മറുനാടൻ മലയാളി, ക്രൈം, അങ്ങനെ നിരവധി ചാനലുകളുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അവരൊക്കെ ചെയ്യുന്നതും ഇത് തന്നെയാണ്. അതുമാത്രമേ ഞാനും ചെയ്തുള്ളൂ. പക്ഷേ എൻ്റെ വിഷമതകൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് പറയാൻ വേറെ ആരുമില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ അത് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ പല മേഖലകളിൽ നിന്ന് എൻ്റെ നമ്പർ അന്വേഷിച്ച് പിടിച്ച് എനിക്ക് വിളിച്ച് പിന്തുണ നൽകിയ ആൾക്കാർ, എനിക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ, ആരിൽ നിന്നും ഞാൻ സാമ്പത്തിക സഹായം വാങ്ങിയില്ല. ചില 4 വ്യക്തികളിൽ നിന്ന് മാത്രമാണ് ബാക്കി ഈ സാധനങ്ങളൊക്കെ വാങ്ങാനും മുന്നോട്ട് പോകാനുമുള്ള ഒരു സാമ്പത്തിക സഹായം പിന്നീട് ഞാൻ മടക്കി കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ വാങ്ങിയത്. അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, അവരെനിക്ക് ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. അവർ പറഞ്ഞത് അവരുടെ പേരൊരിക്കലും പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരുടെ പേരുകളൊന്നും പറയുന്നില്ല. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു റെയ്ഡ് നടന്നപ്പോൾ തന്നെ ജനം TV, മറുനാടൻ മലയാളി, i2i, ക്രൈം ഓൺലൈൻ, വിസ്മയ ന്യൂസ്, ഡിഫറൻറ്റ് ആംഗിൾ, ഇവരൊക്കെ എനിക്ക് വേണ്ടി വാർത്തകൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. മറുനാടൻ ഷാദിൻ സ്കറി സാർ വാർത്ത ചെയ്തതിന് ശേഷം വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എനിക്ക് കിട്ടിയത്. പലരും നമ്പറുകൾ തപ്പിയെടുത്ത് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിളിക്കുന്നു. അവരൊക്കെ വാഗ്ദാനങ്ങൾ നൽകുന്നു, സഹായം വാഗ്ദാനം ചെയ്യുന്നു, അതുപോലെ സാന്ത്വനിപ്പിക്കുന്നു. അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഷാജിൻ സാറിനോട് ചോദിച്ചു, സാർ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചില ഉപദേശങ്ങളൊക്കെ തന്നിരുന്നു. കാരണം അവരൊക്കെ അത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ നമ്മളോട് സംസാരിക്കാൻ, സത്യമായും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം മറുനാടൻ ഷാജിൻ സ്കറിയെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം, അദ്ദേഹത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വേട്ടയാടപ്പെട്ട ഒരു കാര്യം, 1.5 കൊല്ലം മുമ്പ് അദ്ദേഹം വേട്ടയാടപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാർ സാർ, അദ്ദേഹം എപ്പോഴും ശാന്തനായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ആളാണ്. അത് ഷാജിൻ സ്കറി ആയിരുന്നാലും അതേ രീതിയിൽ കാണുന്ന ഒരാളാണ്. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു എന്നുള്ളത് മാത്രമല്ല, വലിയൊരു മാറ്റം കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ ഷാജിൻ സാറിനോട് ചോദിച്ചു, സാർ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം കുറേ ഉപദേശം തന്നു. അതേപോലെ അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാറ്, അദ്ദേഹം ഉപദേശം തന്നു. പിന്നെ മജീഷ്യൻ നാഥ്, അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിരുന്നു, ഒരുപാട് പേര്. പിന്നെ പല മേഖലകളിൽ നിന്നും, സിനിമാ മേഖലകളിൽ നിന്നും, സാംസ്കാരിക മേഖലകളിൽ നിന്നുമൊക്കെ ഫോൺ നമ്പറുകളൊക്കെ അന്വേഷിച്ച് വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതിലെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു സഹായ വാഗ്ദാനവുമായി ഒരു സ്ത്രീ വിളിച്ചിരുന്നതാണ്, ഒരു ചേച്ചി വിളിച്ചിരുന്നതാണ്. എറണാകുളത്ത് നിന്നാണ് അവർ വിളിച്ചത്. അവരൊരു പ്രൈവറ്റ് സ്കൂളിലെ ബസ്സിലെ ആയയാണ്. അവർ പറഞ്ഞത്, എൻ്റെ മകൻ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ പഴയതാണ്, തന്നാൽ വാങ്ങുമോ എന്നാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എത്രത്തോളമാണ് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ മനസ്സിലെ വല്ലാത്ത വാക്കുകൾ പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള ഒരു വിങ്ങലാണ് ഉണ്ടാകുന്നത്. കാരണം ഇവരൊക്കെ എത്ര വലിയ മനസ്സിനുടമകളാണെന്ന് നോക്കൂ. അവർക്ക് ആകെ ഉള്ളത് ഒരു 10,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഒരു സ്കൂൾ ബസ്സിലെ ആയയ്ക്ക് മാസശമ്പളം കിട്ടുന്നത്. അവർ പോലും അവരുടെ മകൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് തരാം എന്ന് പറയുമ്പോൾ അവരുടെ ആ വലിയ മനസ്സൊന്ന് ചിന്തിച്ച് നോക്കൂ. അതോടൊപ്പം തന്നെ പല അമ്മമാർ കരഞ്ഞുകൊണ്ട് വിളിച്ചവർ ഒക്കെയുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവം തന്നെയായിരുന്നു. ഈ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെയായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരു 75% പെർഫെക്റ്റ് ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിക്കും എന്നുള്ളതാണ്. അങ്ങനെ പലരും പല രൂപത്തിൽ, എനിക്കറിയാത്ത ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് എൻ്റെ മുന്നിൽ അവതരിച്ചാണ് എനിക്കിപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട്, എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന ആൾക്കാർ, നമ്മളോട് സൗഹൃദം ഭാവിക്കുന്ന ആൾക്കാർ, അവരൊക്കെ യഥാർത്ഥ സ്നേഹമാണോ, സൗഹൃദമാണോ, എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. എല്ലാവരോടും നന്ദിയുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി എന്താണ് ഞാൻ ചെയ്ത തെറ്റ്?
ഭരണകൂടത്തെ വിമർശിച്ചു, മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചു. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, പശ്ചിമ ബംഗാളിൽ 33 കൊല്ലം CPM ഭരിച്ചത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. സർക്കാരിൻ്റെ അഴിമതികളെയും നേതാക്കളുടെ ധൂർത്തുകളെയും ഒന്നും തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾക്ക് അവകാശമില്ല. അവരെ കള്ളക്കേസുകളിൽ കൊടുക്കും. പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ അനുവാദമില്ല. അവരെ കൊന്നു കുഴിച്ചുമൂടും, അല്ലെങ്കിൽ തല്ലിച്ചതയ്ക്കും, അല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കും. അതുതന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും നല്ലൊരു പ്രവണതയില്ല. കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, 1.5 വർഷങ്ങൾക്ക് മുൻപ് മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തെ വേട്ടയാടിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. സമാനതകളില്ലാത്ത വേട്ടയാടൽ. അതുപോലെ തന്നെയാണ് ക്രൈം ചീഫ് എഡിറ്റർ TP നന്ദകുമാർ. അദ്ദേഹത്തെ എത്രയോ ദിവസങ്ങൾ ജയിലിലിട്ടു. I2I അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ അതിക്രമിച്ചു കയറി. ഈ പോലീസുകാർക്കൊക്കെ ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്ത് അവിടെ ഒരു പൗരൻ്റെ അവൻ നിയമാനുസൃതം നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിൽ കടന്നു കയറി ഇതുപോലുള്ള, അത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടാണെങ്കിൽ പോലും, രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശ അനുസരിച്ചിട്ടാണെങ്കിൽ പോലും, അങ്ങനെ കടന്നു കയറി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കണം. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങൾക്ക് കൂടപ്പിറപ്പുകളുണ്ട്. അവർക്കാണ് ഇതുപോലൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ആ സ്ഥാനത്ത് നിന്ന് ദയവായി പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിക്കണം. കാരണം പോലീസ് ഉദ്യോഗസ്ഥരോട് വളരെയധികം ബഹുമാനവും ആദരവും ഒക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇപ്പോഴും അങ്ങനെ അല്ലെന്നല്ല. എന്നാൽ ഈ ഒരു ചില വ്യക്തികളോട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരോട്, കാരണം ഈ ഒരു ഷിബുവിനെ പോലെയുള്ള ആരുടെയൊക്കെയോ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ച് ഇത്തരത്തിൽ നമ്മളെ ഈ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്, ചില പോലീസുകാരുണ്ട്. അവരൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ വളരെ വേദന. എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമോ വേറെ ഒന്നുമില്ല. പക്ഷേ ഒരു ആത്മാഭിമാനം എന്നുള്ള ഒരു കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടായിരിക്കുമല്ലോ. അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ കാണിക്കുന്നതൊന്നും, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതൊരിക്കലും ഈ ഒരു വലിയൊരു മഹത്തായ സേന, നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുള്ള സേനയാണ്. ഒരുപാട് വിവാദമായിട്ടുള്ള പല കേസുകളുമൊക്കെ കണ്ടുപിടിക്കപ്പെട്ടവരാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ. അവരൊക്കെ അങ്ങനെയുള്ളൊരു സേനയിലാണ്, നീതിമാന്മാർ ഇപ്പോഴും ജോലി ചെയ്യുന്ന സേനയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ എന്തിൻ്റെ പേരിലായിരുന്നാലും, അത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ പിന്തുണയായാലും കാണിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. ഞങ്ങൾക്ക് CPM-നോടോ മുഖ്യമന്ത്രി പിണറായി വിജയനോടോ CPM നേതാക്കളോടോ യാതൊരു വ്യക്തിവൈരാഗ്യവുമില്ല. ഞങ്ങൾ വിമർശിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിനെയാണ്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങളുടെ മുന്നിലുള്ളത് ഇവിടുത്തെ സാധാരണക്കാരാണ്. മീൻ വിറ്റും ഓട്ടോറിക്ഷ ഓടിച്ചും കൽപ്പണി ചെയ്തും ജീവിക്കുന്ന സാധാരണക്കാരാണ്. അവർക്ക് വേണ്ടി ഇനിയും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും എല്ലാവരോടും നന്ദിയുണ്ട്. ദൈവത്തിൻ്റെ രൂപത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ മുന്നിൽ അവതരിച്ച, ഞാൻ ഒരിക്കലും കാണാത്ത വ്യക്തിത്വങ്ങൾക്ക് നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് നന്ദി. എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവർക്ക് നന്ദി. എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഈ ഷാജൻ സ്കറിയ സാറിനും അതുപോലെ നന്ദകുമാർ സാറിനും സുനിലിനും അടക്കമുള്ള എല്ലാവർക്കും നന്ദി. എന്നെ അറിയുന്ന എന്നാൽ ഞാൻ അറിയാത്ത നിരവധി പേർ എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചിരുന്നു. എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ DNA ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് പ്രത്യേകം നന്ദി. എല്ലാവരും ഇനിയും എന്നോടൊപ്പം ഉണ്ടാകണം. കാരണം ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്, എനിക്ക് പ്രചോദനം തന്നത് നിങ്ങളെല്ലാവരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം, നിങ്ങളിൽ ഒരാളായി ഞാൻ എന്നും ഉണ്ടാകും. ഇനി മുതൽ സജീവമായി തന്നെ ഉണ്ടാകും. എല്ലാവർക്കും നന്ദി. Bye.